കപ്പ അരിയ. ഇത് കപ്പയുടെ സീസണാണ്. കാട്ടുകപ്പ, വെള്ളുകപ്പ, പിന്നെ അവിയൽ കപ്പ, ഇങ്ങനെ കപ്പയാ. ഇപ്പം ഒരാളോട് എന്നെ മേടിച്ചൊന്നും വന്നതായിപ്പം 5 തുലാം കപ്പയാണ് മേടിച്ചത്. അത് ഇവിടെ കൊണ്ടുവന്ന് അരിഞ്ഞ് പിള്ളേരെല്ലാം കാണിക്കുക. ഇതൊക്കെ ഇങ്ങനെയൊക്കെയായിരുന്നു പണ്ടത്തെ സാഹചര്യങ്ങളൊക്കെ. ഇങ്ങനെയായിരുന്നു കപ്പ അരിയുക, ഇങ്ങനെ പൊളിച്ച് വെയിലത്തിടുക, വാട്ടി വെയിലത്തിടുക, 5-6 ദിവസം കഴിയുമ്പോഴേക്കും അത് രാത്രി നിന്ന് പെറുക്കുക. ഇഷ്ടംപോലെ ചെറിയ അങ്ങനെയായിരുന്നു. ഇന്നലെ ഞങ്ങളൊക്കെ ചെയ്തത് എങ്ങനെയാണെന്നറിയാമോ? ഞങ്ങള് കപ്പ ഒത്തിരിയുള്ള പറമ്പുകളിൽ അവർ കപ്പ അപ്പുറത്തെ വീട്ടുകാരൊക്കെ നമ്മളെ കപ്പ ഒരുക്കാൻ ഓരോ കൂനയുണ്ട്. ആ കൂനയ്ക്കകത്ത് ഇങ്ങനെ ഓരോ കൂന കപ്പ അരിഞ്ഞ് അവരത് നമ്മളെല്ലാം അരിഞ്ഞ് കൊടുത്തു കഴിയുമ്പോൾ അവർ തികത്തി ആ കപ്പ പറിച്ച് ആ കപ്പപ്പറമ്പിൽ കൊണ്ട് ഇടണം. ഇട്ട് അത് 2-3 ദിവസം കഴിയുമ്പോൾ അത് ഉണങ്ങുമ്പം അത് നമ്മളെ പെറുക്കാനും നമ്മൾ പെറുക്കി ചെന്ന് പെറുക്കിയത് ഓരോ ചാക്കിലാക്കി ഓരോ വീട്ടിൽ കൊണ്ട് വെക്കും. അതൊക്കെ അന്നൊക്കെ ഞങ്ങളൊക്കെ കൊച്ചുങ്ങളായിരിക്കുമ്പോഴത്തേന് അമ്മയും അച്ഛനൊക്കെ പോകും. അതായത് ഞങ്ങൾക്ക് അവരുടെ കൂടെ ചുമ്മാ ഞങ്ങൾ ഇത് പെറുക്കാനൊക്കെ കൂടുമായിരുന്നു. അതൊക്കെ ഒരു നല്ല കാലമായിരുന്നു. ഇപ്പോഴുണ്ടല്ലോ, ഇപ്പോൾ എല്ലാവരും ഫാസ്റ്റ് ഫുഡിലേക്ക് തിരിഞ്ഞ കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ഓടി ചെന്ന് കപ്പ ബിരിയാണി മേടിക്കുക, കഴിക്കുക, ഇങ്ങനെയുള്ളതൊന്നും ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഇതൊന്നും അറിയത്തില്ല. പിന്നെ അങ്ങനെയൊക്കെ കഴിച്ച കാലം മറന്നു. ഇപ്പം ഈ ഫാസ്റ്റ് ഫുഡിലേക്ക് മനുഷ്യൻ തിരിഞ്ഞ കാരണം ജീവിതത്തിൻ്റെ ഓരോ ശൈലിയും മാറി. അപ്പോൾ തന്നെ ജീവിതശൈലി രോഗങ്ങൾ, പ്രഷറ്, ഷുഗറ്, കൊളസ്ട്രോള് അങ്ങനെയൊക്കെ പിടിക്കാൻ തുടങ്ങി. അതുകൊണ്ട് നമ്മൾ ഈ കാണുന്ന എല്ലാവരും, പുതിയ കൂട്ടുകാരെല്ലാവരും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഓരോ സമയം ചിലവാക്കി എടുക്കുകയാണെങ്കിൽ ഒന്നും നല്ലതാണ്. ഞങ്ങളിപ്പോൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ കൊച്ചുമക്കൾ 2 പേരുണ്ട്. ഒന്ന് റയൻ, രണ്ടാമത് റാൻവിയ. അവരെ കൊണ്ട് കഴിയാവുന്ന പോലെ അവരും ചെയ്യുവാണ്. കപ്പ പൊളിക്കുക, അരിയുക. അപ്പം ഞങ്ങളൊന്ന് പരിശ്രമിക്കട്ടെ. എങ്ങനെയുണ്ട് ഈ കപ്പ? ഇവർക്ക് ഇതറിയത്തില്ലായിരുന്നല്ലോ. അതിലേക്ക് ഞങ്ങൾ ചെയ്യുവാണ്. ഈ കൂട്ടുകാർക്കെല്ലാം നിങ്ങളെ ഞങ്ങൾ ഈ ഇങ്ങനെ ഒരു പരിപാടിയിലേക്ക് ആഹ്വാനം ചെയ്യുക. കൂട്ടുകാരെ, ഞങ്ങൾ കപ്പ അരിയുകയാണ്. ഞങ്ങളുടെ വീട്ടിൻ്റെ തിണ്ണയിലിരുന്ന് ഞങ്ങൾ കപ്പ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് വൈകിട്ട് തന്നെ ഇത് മാറ്റി ഞങ്ങൾ ഉണങ്ങാൻ അതിൻ്റെ അറേഞ്ച്മെന്റ് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് ഞങ്ങൾ ഇട്ടിരിക്കും. എന്തിനാണെന്നറിയാവോ? ഇനി ഭയങ്കര മഴ വരുന്ന ഇനി പട്ടിണി ഇല്ലാതെ കിടക്കാനായിട്ട്. കപ്പ വേണ്ടിയവര് ഞങ്ങളെ സമീപിക്കുക.